ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കൂടുതൽ വാദം കേൾക്കുന്നതിനായി കേസ് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നാളത്തേക്ക് വിധി മാറ്റിയത്. വിധി നാളെയാണ് ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധി. ഷീജ, കൂടുതൽ കാര്യങ്ങൾ പരിശോധനയ്ക്കായി ഉണ്ട്. അപ്പോൾ നാളെയും വാദം തുടരും. അപ്പോൾ നാളെ ഒരുപക്ഷെ വിധി ഉണ്ടാവുക, ഇന്ന് മാറ്റുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, അറസ്റ്റ് ചെയ്യാൻ ഇതൊന്നും തടസ്സമല്ല എന്നും കോടതി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കോടതിയിലെ വിവരങ്ങൾ ഷീജ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയെ ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ എതിർത്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദം ഏകദേശം 2 മണിക്കൂർ കോടതിയിൽ, തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നീണ്ടുനിന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ച വാദങ്ങൾ ഇവയാണ്. ഒന്ന്, ഈ കേസിൽ പ്രധാനമായും ഈ പെൺകുട്ടിയുടെ പീഡനം നടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ആ പെൺകുട്ടി വിധേയമായിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ. അതിനൊപ്പം തന്നെ മറ്റൊരു ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റം രാഹുലിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതായി കോടതിയിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് ഒന്ന് ഗർഭചിത്രമാണ്. ഈ നിർബന്ധിത ഗർഭചിത്രം നടത്തി എന്നുള്ളതിനുള്ള ഡിജിറ്റൽ തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ് ആ പെൺകുട്ടി രാഹുൽ കാരണം കടന്നു പോകേണ്ടി വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലും രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിക്കരുത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഒരു MLA ആണ്. അയാളുടേതായിട്ടുള്ള സ്വാധീനങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ, മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാകും അത്തരത്തിലുള്ള നടപടികൾ. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ ഇതിനു മുൻപും രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനെയും തുടരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകരുത് എന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. പ്രതിഭാഗമാകട്ടെ പറഞ്ഞത് അന്വേഷണവുമായി പൂർണ്ണമായ രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകാൻ രാഹുൽ തയ്യാറാണ്. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമായും വാദം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അത് പരസ്പര സമ്മതത്തോടു കൂടിയായിരുന്നു എന്നുള്ള കാര്യം രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റുകൾ അടക്കം കോടതിക്ക് മുന്നിൽ സീൽഡ് കവറിൽ നൽകുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലുള്ള പക്ഷേ ഷീജ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. എന്നാൽ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് ശക്തമായി പ്രോസിക്യൂഷൻ പോലീസ് വാദം മുമ്പോട്ട് വെക്കുകയാണ് ചെയ്തത്. ഇവിടെ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ. കാരണം രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ഒളിവിലാണ്, അല്ലേ? തീർച്ചയായും അത് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കാരണം ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം അത് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാണ് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ അപ്പോൾ തന്നെ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കോടതിയിൽ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം പോലും രാഹുലിനെതിരായി ചില പരാതികൾ ഇതേ വിഷയത്തിൽ ബലാത്സംഗ പരാതി ഉയർന്നു വന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരാളല്ല, നിരവധി പേർ ഇത്തരത്തിലുള്ള പരാതികളുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ്. അത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജാമ്യം അനുവദിക്കരുത്, മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നുള്ളൊരു വാദം തന്നെയാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഏതായാലും പ്രോസിക്യൂഷനും പ്രതിഭാഗവും നൽകിയിട്ടുള്ള സമർപ്പിച്ച ഡിജിറ്റൽ രേഖകൾ കോടതി പരിശോധിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കോടതി അവധിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കോടതി ഈ കേസിൽ കൂടുതൽ വാദം കേൾക്കുന്നതിനും കൂടുതൽ തെളിവുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാദം കേൾക്കുന്നതിനായി നാളത്തേക്ക് കേസ് മാറ്റുന്നു എന്ന് പറഞ്ഞത്. നാളെ ഒരുപക്ഷെ ഈ തെളിവുകൾ പരിശോധിച്ചതിന് ശേഷം വിധി പ്രസ്താവിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അത് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ഏതായാലും കൂടുതൽ വാദം കേൾക്കുന്നതിന് വേണ്ടിയും തെളിവുകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയും കേസ് നാളത്തേക്ക് മാറ്റുന്നു എന്നുള്ള കാര്യം മാത്രമാണ് നിലവിൽ കോടതിയിൽ നിന്നും അറിയിച്ചിട്ടുള്ളതെങ്കിൽ പോലും വിധിയുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ജിംഷാദ്.